എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരണത്. അപ്പോൾ ഇനി നിങ്ങൾ മുമ്പ് സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് പനീർ ബട്ടർ മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പനീർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പനീർ. വീട്ടിലെ പാൽ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്ട്രെയിനർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ ചെറിയ ക്യൂബുകളാക്കി നമ്മൾ മാറ്റണം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, അതേപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ 250 ഗ്രാം വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, വളരെ ടേസ്റ്റോട് കൂടിയിട്ടും നല്ല സുരക്ഷിതത്തിലും കൂടിയിട്ട് നമുക്കിത് കഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ചെറിയ ക്യൂബുകളാക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല രസത്തിൽ അതങ്ങനെ പൊടിഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഒരാഴ്ച ഒരു മാസം കണ്ട് ഉപയോഗിക്കണമെങ്കിൽ നേരെ ഫ്രീസറിലേക്ക് വെച്ചോളൂ കേട്ടോ. ഇങ്ങനെ ക്യൂബുകളാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതേ ഈ പനീറിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പൊടിപ്പാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. നിങ്ങളുടെ പനീർ എന്തോരം ഉണ്ട് അതിനനുസരിച്ച് ഇത് ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ പനീർ ക്യൂബുകളൊക്കെ അതിലിടുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടാണ് അമർത്തി ഇതാക്കുകയൊന്നും ചെയ്യരുത്, കാരണം അപ്പോൾ പനീർ പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു കുണ്ടുള്ള പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാലും മതി കേട്ടോ. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമ്മളൊന്ന് വെക്കണം കേട്ടോ. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ ബട്ടർ മസാലയാണ്, പനീർ ബട്ടർ മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസാണ്, ഒരു 1/2 കഷ്ണം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടു. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് വളരെ ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് മറിച്ചിടാന്നൊക്കെ നോക്കുമ്പോൾ മെല്ലെ ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവും, അത് കാരണം കൊണ്ടാണ് കേട്ടോ. വളരെ നൈസായിട്ട് നമ്മൾ, പക്ഷേ വളരെ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് എടുക്കും. പിന്നെ നമ്മൾ ഇടുന്ന ടൈമിൽ മാത്രമേ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. പെട്ടെന്ന് തന്നെ ആവട്ടെ. നമ്മൾ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ മീൻ വറുക്കാൻ വെച്ചിട്ട് നമ്മൾ പോണ പോലെയൊന്നും പോകരുത്, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആവുക വേണ്ട കേട്ടോ നമുക്ക്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു കഷ്ണം ബട്ടർ നമ്മൾ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 കഷ്ണം ഇഞ്ചി, ഒരു 1/2 കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി. അതേപോലെ ഒരു 6-7 വെളുത്തുള്ളി. ഇതൊക്കെ നമ്മൾ അരച്ചെടുക്കാൻ പോണ കാരണം കൊണ്ട് ഞാനൊന്നും അരിഞ്ഞെടുത്തൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സബോളയാണ്. അപ്പോൾ ഒരു വലിയ സബോളയാണ് നമുക്ക് ആവശ്യം. വലിയതാണെങ്കിൽ 1 അല്ലെങ്കിൽ ചെറിയ 2 കേട്ടോ. ഇത് നല്ല ക്യൂബുകളാണ്, ആ രീതിയാണ് നമുക്കിത് വേണ്ടത്. കുറച്ച് കനണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ തക്കാളിയാണ്. 2 വലിയ തക്കാളി തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ഇതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ, നല്ല പഴുത്ത തക്കാളി ആവണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. 2 വലിയ തക്കാളി തന്നെയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 4 എടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് യാതൊരു ഇതും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള, ഇപ്പം ഞാൻ ഈ സബോള ഈ ഒരു ഗ്രേവിക്കുള്ള മാത്രമുള്ള ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നതാണ് അണ്ടിപ്പരിപ്പും നമ്മുടെ കസ്കസും. അണ്ടിപ്പരിപ്പിൻ്റെ അളവ് എൻ്റെ കുറച്ചുള്ള കാരണമാണ് ഞാനത് ഇട്ടത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 6-7 ഇട്ടോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ കറിക്ക് നല്ല കട്ടി കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുത്തതിന് ശേഷം, അധികം ഡീപ്പായിട്ട് നമ്മൾ വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആവുക വേണ്ട കേട്ടോ. നമ്മുടെ തക്കാളിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടഞ്ഞു കിട്ടുക വേണ്ടോ. അതിന് ശേഷം തീ ഓഫാക്കുക. ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ല പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അധികം പണികളൊന്നുമില്ല. നമ്മൾ നേരത്തെ എടുത്ത അതേ പാത്രം തന്നെ, അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പാത്രത്തിലേക്ക് നമ്മൾ ബട്ടർ ചേർക്കുകയാണ്.
കുറച്ച് ബട്ടറിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഈ കറിയുടെ പേര് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ഏലക്കായ, അതുപോലെ പട്ട, ഗ്രാമ്പു അതെല്ലാം നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക. അപ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വരും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർക്കുക കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ മാക്സിമം നിങ്ങൾ ഇടാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടിയെങ്കിലും ഒരു 1/2 ടീസ്പൂണെങ്കിലും ചേർക്കുക കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കണ കാരണം ബട്ടറിൽ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ മാഗി ക്യൂബ്. ഇത് ഉപ്പുള്ളതാണ് കേട്ടോ. ചില മാഗി ക്യൂബ് ഉപ്പില്ലാത്തതുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആ കാണിച്ച മാഗി ക്യൂബിൽ 2 എണ്ണം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്കിതിലേക്ക് 1 എണ്ണമാണ് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അഥവാ നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഇല്ലെങ്കിൽ നിങ്ങളത് വിട്ടോ കേട്ടോ. അതൊരു ഓപ്ഷണലാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പോഴൊക്കെ നല്ലൊരു മണമാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കാരണം കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അതൊന്ന് മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതിന് ശേഷം മൂത്ത് വന്നപ്പോൾ നമ്മുടെ അരപ്പുണ്ടല്ലോ കണ്ട, ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല റെഡിഷ് കളറിലായിരിക്കും നമ്മുടെ കറി ഇരിക്കുക. അല്ലെങ്കിൽ ദേ ഈ ഒരു ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ കാശ്മീരി മുളക് പൊടി ഇല്ല നമ്മുടെ കയ്യിൽ, സാധാരണ മുളക് പൊടി ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. അതിന് കൂടുതലായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് കൂടും കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എന്ന് വെച്ചാൽ ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു കറിയാണേ. അപ്പോൾ അതേ നമ്മുടെ അരപ്പ് ചേർത്തു. പിന്നെ ആ അരപ്പിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഈ വെള്ളം ചൂടുവെള്ളം ചേർക്കണം കേട്ടോ, പച്ചവെള്ളം ചേർക്കരുതേ. കാരണം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്കൊരു ടേസ്റ്റ് പോവും. അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യിൽ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർക്കുക. ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി മണമായിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു മണമായിരിക്കും. നന്നായിട്ട് അത് പൊടിച്ചിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. എപ്പോഴൊക്കെ നല്ലൊരു മണമായിരിക്കും. ഇനി നമ്മുടെ താരത്തിനിടുകയാണ് പനീർ കേട്ടോ. പനീർ ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. നമുക്ക് പിന്നെ കട്ടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ചേർക്കാം. എന്നാലും ഒരുപാട് വേണ്ട, കാരണം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതേ വളരെ സിമ്പിളാണ് നമ്മുടെ ഈ കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് മൂടി വയ്ക്കുക, നമ്മുടെ തീ ഓഫ് ആക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.